വരാൻ പോലും തോന്നിയില്ലല്ലോ. ഇവിടെ ആദ്യമായിട്ട് വരണതല്ലേ ഞാൻ. ഇങ്ങനെ നാട്ടുകാരുടെ കാര്യം നോക്കി നടന്നു. ഞങ്ങൾ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ പാട്ടുകളാണ് പാടിയത്. നാടൻ പാട്ടുകളെ ഇത്രയും ഉൾക്കൊണ്ട് പാടുന്നൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്തു ചെയ്യുന്നതിനും അവനൊരു താളമുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു സംഭവമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഒരു ഹൈദരാബാദി കുടുംബം ഇവിടെ വെച്ചൊരു അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയുണ്ടായി. ഒരു മോള് മാത്രം രക്ഷപ്പെട്ടു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ കുട്ടിയെ ഏറ്റെടുക്കാൻ കുടുംബക്കാരോ സംഘടനകളോ ആരും വന്നില്ല. ദാസ് എങ്ങനെയോ സംഭവം അറിഞ്ഞു. പിന്നെ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായി. അവസാനം അവരുടെ നാട്ടിലെ തന്നെ ഒരു ഓർഫണേജുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്തി സംസാരിച്ച് അക്കാര്യം പരിഹരിച്ചു. അന്ന് ഞങ്ങൾ ആ കാര്യം പറഞ്ഞ് തർക്കിക്കുമ്പോൾ പുള്ളി ഒന്നും സംസാരിക്കില്ലായിരുന്നു. ചിരിച്ചുകൊണ്ട് ഒരു പാട്ട് പാടിത്തന്നു. കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എൻ്റെ അച്ഛൻ. കുറച്ച് വലുതായപ്പോൾ എന്തോ ഞങ്ങൾക്കിടയിൽ തന്നെ ഒരു ഗ്യാപ്പ് പോലെ തോന്നി. ഞങ്ങൾ തമ്മിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം വഴക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ശരി. എൻ്റെ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. കത്തുകളിലൂടെയും ഫോൺ കോളുകളിലൂടെയൊക്കെ എനിക്ക് നിങ്ങളെല്ലാവരും നന്നായിട്ടറിയാം. എൻ്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഇപ്പോൾ ഇവിടെ സംസാരിച്ചവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. അച്ഛൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഓരോ കാര്യങ്ങൾക്കും ഇനി ഞാനും ഉണ്ടാവും നിങ്ങളുടെയൊക്കെ കൂടെ. ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ചിലപ്പോൾ അതായിരിക്കും ഇനി എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. ഓർമ്മപ്പൈത്തായച്ഛൻ പടർത്തിയ നനവിലെ മണൽ ഭൂമി പൂത്തിടുന്നു. തിരികെ വരാമോ എൻ സ്നേഹമേ, ആ തണലിൻ ചോട്ടിലായി നിന്നു ഞാനുള്ള മുന്നു തണുപ്പിച്ചിടട്ടെ. തിരികെ വരാമോ എൻ സ്നേഹമേ, ആ തണലിൻ ചോട്ടിലായി നിന്നു ഞാനുള്ള മുന്നു തണുപ്പിച്ചിടട്ടെ.